അദ്ദേഹത്തിന്റെ പിണറായിയുള്ള വീട്ടിന് മുമ്പിൽ റെയ്ഡ് നടക്കുന്ന അറിഞ്ഞിട്ട് ഞാനൊക്കെ അവിടെ പോയി. സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ അവിടെ എത്തി. സ്ത്രീകളും പുരുഷന്മാരും അടക്കം അവിടെ എത്തി. കാരണം അദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ പൊതുജീവിതം ആളുകൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. പിണറായി വിജയന്റെ പൊതുജീവിതം ആളുകൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്ക് അത്രയും സുതാര്യമായിട്ടൊരു പൊതുജീവിതത്തിന്റെ ഉടമയാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ നേരിട്ട് അറിയാമല്ലോ, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. അങ്ങനെ ഒരു മൊഴി വന്ന സാഹചര്യത്തിൽ ഈ പണം പിണറായി വിജയന് വേണ്ടി കൈക്കൂലിയായി ലഭിച്ച പണമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനപരമായ പ്രശ്നം. ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിൽ എന്റെ വാക്കിന് വിലയില്ല. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസമില്ല. ഞാൻ മാറില്ല. ഇത്തരത്തിലൊരു അന്വേഷണം പുറകിൽ നടക്കുന്നുണ്ട്. ഏതു സമയവും ഒരു റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയുടെയോ റെയ്ഡ് പ്രതീക്ഷിക്കാൻ അദ്ദേഹം തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ പ്രതീക്ഷിക്കും. അദ്ദേഹത്തിന് അതിനുള്ള ബോധം ഉണ്ടെന്ന് തന്നെ വിധിച്ചു. പാലക്കാട് കോളേജിൽ പഠിക്കായിരുന്നു. ഡിഗ്രി ഇംഗ്ലീഷ് മീഡിയം പഠിത്തം കഴിഞ്ഞു. ഓ, സന്തോഷായി. സ്വാഭാവികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും റെയ്ഡ് നടക്കും എന്ന് ബോധമില്ലാത്ത ആളൊന്നുമല്ല പിണറായി. ഞങ്ങൾ ഇംഗ്ലീഷ് നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്താ ബാർബർ ഷാപ്പോ? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ലേ സാറേ? കഴിഞ്ഞ 10-60 വർഷക്കാലമായി പിണറായി വിജയന് തുറന്ന പുസ്തകമായ പിണറായി വിജയൻ ഈ പണമൊക്കെ എന്തു ചെയ്തു, ഇതൊക്കെ സഖാക്കൾക്ക് വിതരണം ചെയ്തോ അതോ പാർട്ടിക്ക് തന്നോ, ഈ പണം എന്തു ചെയ്തു എന്നൊക്കെ സഖാവ് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്നുള്ള ചെറിയ അഭിപ്രായം പങ്കുവെക്കും. സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എന്റെ മനസ്സുനുള്ളി.